കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്ത്യയിൽ തരംഗമായി മാറിയ 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ 3 ആപ്ലിക്കേഷൻസ് ഏതൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇതിനകത്ത് ആദ്യം നിങ്ങളൊക്കെ പലരും കേട്ട് കാണും, വാട്സപ്പിന് പകരക്കാരനായിട്ട് അറാട്ടെ എന്ന് പറയുന്ന ഒരു സ്വദേശീയ ആപ്പ്, ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ആപ്പ് അറാട്ടെ. അറാട്ടെ എന്നാൽ തമിഴ് വേർഡാണ്. തമിഴ് വേർഡിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സംസാരം, ചാറ്റിംഗ് എന്നൊക്കെയാണ്. വാട്സപ്പിന് ബദലായിട്ട് കൊണ്ടുവന്ന ഏകദേശം വാട്സപ്പിനെ പോലെ തന്നെയുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നേരത്തെ പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നെങ്കിലും അന്നൊക്കെ പ്രതിദിനം ഏകദേശം 3000-3500 ഡൗൺലോഡുകൾ മാത്രമായിരുന്നെങ്കിലും ഈ പോയ ദിവസങ്ങളിൽ ഒരു ദിവസമൊക്കെ 3.5 ലക്ഷം ഡൗൺലോഡ്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. അത്രയും ഡൗൺലോഡ്സ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആപ്പ് സ്റ്റോറുകളിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തേക്ക് ഈ ഒരു അറാട്ടെ എന്ന ഇന്ത്യൻ ആപ്പ് വരികയും ചെയ്തു. ഇതിന് കാരണം ചില കേന്ദ്ര മന്ത്രിമാർ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. എന്ത് തന്നെയായാലും വാട്സപ്പിന് പകരക്കാരനാകാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന അറാട്ടെ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇത് തമിഴ്നാട്ടിലുള്ള സോഹോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു അറാട്ടെ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. എന്തുകൊണ്ടാണ് ഇത് വാട്സപ്പിനെയും മറികടന്നുകൊണ്ട് ആപ്പ് സ്റ്റോറുകളിൽ നമ്പർ 1 ആയി മാറിയത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. നമുക്കറിയാം, ഇന്ന് നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാം പോലുള്ള പല സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മളുടെ ഒരു സുഹൃത്തിനോട് ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് പോലും, ആ സംസാരിച്ച വിഷയത്തെ പറ്റിയിട്ടുള്ള റീലുകൾ പോലും പിന്നീട് നമ്മൾ കാണുന്നു എന്ന് പലരും ഇപ്പോൾ അഭിപ്രായപ്പെട്ട് കേൾക്കുന്ന ഒരു കാലം കൂടിയാണ്. ഇതിനൊക്കെ പ്രധാന കാരണമാവുന്നത് നമ്മുടെ ഡേറ്റ ഇത്തരം സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ ഈ അറാട്ടെ എന്ന് പറയുന്ന ഈ ഒരു സ്വദേശീയ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ അത്തരത്തിൽ നമ്മുടെ ഡേറ്റ അവർ കളക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഡേറ്റ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും അതുപോലെ ഇപ്പോൾ ഇത് ഇത്രയും വലിയൊരു ട്രെൻഡിങ് ആകാനുമുള്ള ഒരു പ്രധാന കാരണം. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതായത് നമ്മൾ മെസ്സേജ് അയക്കുന്ന എൻഡിലും നമ്മളുടെ മെസ്സേജ് എത്തുന്ന എൻഡിലും മാത്രം കാണുകയും ഇതിനിടയിൽ മൂന്നാമതൊരാൾ നുഴഞ്ഞു കയറി കാണാതിരിക്കുകയും ചെയ്യുന്ന അത്രയും ഡേറ്റ സെക്യൂരിറ്റിയാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷന്റെ നിർമ്മാതാക്കൾ നമ്മുടെ ഡേറ്റ മറ്റു ഒരു ആവശ്യത്തിനും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ബ്രീച്ച് ചെയ്തെടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്തും വാട്സപ്പിനെ പോലെ വോയിസ് കോൾ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും ഒക്കെയുള്ള, വാട്സപ്പിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, ഈവൻ ഗ്രൂപ്പുകളും ചാനലും ഒക്കെ ഇതിനകത്തും ചെയ്യാൻ സാധിക്കും, സ്റ്റാറ്റസ് ഇടാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഈ പറയുന്ന വോയിസ് കോളുകളും വീഡിയോ കോളുകളും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. എന്നാൽ ഈ ഒരു അറാട്ടെ എന്ന ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ ഇതുവരെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് അല്ല. അതും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിലേക്ക് മാറ്റുമെന്നാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് അറിയിക്കുന്നത്. അടുത്തിടെ ഒരു വാട്സപ്പ് ഉപഭോക്താവിന്റെ വാട്സപ്പ് അക്കൗണ്ട് വാട്സപ്പ് തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ബാൻ റിവോക്ക് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു ഇന്ത്യക്കാരൻ അതിന് വേണ്ടിയിട്ടൊരു അപ്പീൽ കോർട്ടിൽ സമർപ്പിച്ചപ്പോൾ കോർട്ട് വിസ്താരത്തിനിടയിൽ കോടതി തന്നെ ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തിന് വാട്സപ്പിന്റെ പിന്നാലെ പോകണം, സ്വദേശീയമായിട്ടുള്ള അറാട്ടെ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ എന്ന ഒരു വാർത്തയും ഞാൻ അടുത്തിടെ വായിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാരണങ്ങളാകാം ഈ ഒരു അറാട്ടെ എന്ന വാട്സപ്പിന്റെ ബദലാകുന്ന ഇന്ത്യൻ ആപ്പിനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ആപ്പ് സ്റ്റോറുകളിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ട ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചതെന്ന് വേണം കണക്കാക്കാൻ. വാട്സപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വാട്സപ്പിലും ഡെസ്ക്ടോപ്പിലും മാത്രമല്ല സ്മാർട്ട് ടിവികളിൽ വരെ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം എന്നുള്ളതും പ്രത്യേകതയാണ്. നിങ്ങളൊരു iOS ഉപയോക്താവാണെങ്കിലും ആൻഡ്രോയിഡ് ഉപഭോക്താവാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ സാധാരണ ഗൂഗിൾ മീറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത് പോലെ ഈ ആപ്ലിക്കേഷനിൽ വാട്സപ്പിൽ ഇല്ലാത്ത ഒരു ഫീച്ചർ ആയിട്ടുള്ള മീറ്റിംഗ് സംവിധാനവും അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാബും തന്നെ നൽകിയിട്ടുണ്ട്. മീറ്റിങ്ങുകൾ ഷെഡ്യൂൾ ചെയ്ത് മീറ്റിങ്ങുകൾ പല ആളുകളുമായി കോൺഫറൻസ് ചെയ്യാനും ഒക്കെ, അതായത് ഒരു പ്രൊഫഷണലി വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനെ ഉപയോഗിക്കാമെന്ന് ചുരുക്കം. 5 ഡിവൈസുകളിൽ വരെ ഒരേ സമയം ഉപയോഗിക്കാം എന്നുള്ളതും ഈ ഒരു ആപ്ലിക്കേഷന് കുറച്ചുകൂടി പ്രചാരം നൽകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മളിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റകൾ അത് സ്റ്റോർ ചെയ്യുന്ന സെർവറുകൾ ഇന്ത്യയിൽ തന്നെയാണ്. മറ്റ് പല ആപ്ലിക്കേഷനുകളും നമ്മുടെ ഡേറ്റയൊക്കെ കൊണ്ടുപോയി ചൈന പോലുള്ള മറ്റ് പല രാജ്യങ്ങളിലും സേവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ ആ കാര്യത്തിലും പേടിക്കേണ്ട, ഇന്ത്യൻ സെർവറുകളിലാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതും ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്രചാരം ഏറുകയാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ അറാട്ടെ എന്ന ആപ്ലിക്കേഷന്റെ നിർമ്മാതാക്കളായിട്ടുള്ള സോഹോ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വരുന്ന സോഹോ മെയിലാണ്. അതായത് ജിമെയിലാണ് നമ്മൾ അധികം ആളുകളും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെയിലിംഗ് ആപ്ലിക്കേഷൻ. അതിന് പകരക്കാരനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മെയിലിംഗ് സംവിധാനമാണ് സോഹോ മെയിൽ. അടുത്തിടെ ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്റെ മെയിൽ ID മാറിയെന്നും ഇനി പുതുതായി താൻ ഉപയോഗിക്കാൻ പോകുന്ന മെയിൽ സോഹോയിലുള്ളതാണെന്നും പറഞ്ഞ് തന്റെ മെയിൽ ID സോഹോയിലെ മെയിൽ ID കാണിച്ചുകൊണ്ടുള്ള ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് എല്ലാവരും സോഹോ മെയിലിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞത്. എന്താണ് സോഹോ മെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നേരത്തെ നമ്മൾ അറാട്ടെ എന്ന വാട്സപ്പിന്റെ ബദലിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള ഡേറ്റ സെക്യൂരിറ്റിയാണ്. നമ്മളിൽ നിന്ന് നേടുന്ന ഡേറ്റ ഈ പറഞ്ഞ പോലെ അത് മറ്റ് ആഡുകൾ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റ് കച്ചവട ആവശ്യങ്ങൾക്കൊന്നും
ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, നമ്മൾ ജിമെയിൽ ഉപയോഗിച്ചാൽ പോലും ജിമെയിലിനകത്ത് ആഡ് വരാറുണ്ട്. നമ്മുടെ ഡേറ്റ എത്രത്തോളം സുരക്ഷിതമാണ് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഈ ഒരു സോഹോ മെയിലിൻ്റെ കാര്യത്തിൽ അങ്ങനെ വരില്ല. ആഡ് ഫ്രീ ആണ്, ആഡുകളൊന്നും കാണിക്കില്ല, നമ്മുടെ ഡേറ്റ സുരക്ഷിതവുമാണെന്നാണ് ഇതിൻ്റെ സ്ഥാപകർ അറിയിക്കുന്നത്. പലരെയും ഗൂഗിൾ മെയിൽ തന്നെ തുടരാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഗൂഗിൾ നൽകുന്ന ജിമെയിലിനോടൊപ്പം നൽകുന്ന ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട്. ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ ഗൂഗിൾ കലണ്ടർ, അങ്ങനെ ഗൂഗിളിൻ്റെതായിട്ടുള്ള പല ബൈ പ്രോഡക്റ്റുകൾ അതിനോടൊപ്പം ചേർത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായിരിക്കാം പലപ്പോഴും പലരെയും ജിമെയിലിൽ നിന്ന് മാറാൻ പ്രേരിപ്പിക്കാത്തത്. എന്നാൽ ഇവിടെ സോഹോയിലേക്ക് മാറിക്കഴിഞ്ഞാൽ സോഹോയും ഇപ്പോൾ അത്തരത്തിലൊരു ഇക്കോ സിസ്റ്റം തന്നെ നൽകുന്നുണ്ട്. സോഹോയുമായി ബന്ധപ്പെട്ട പല ആപ്ലിക്കേഷനുകൾ, ഏകദേശം 41 ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതെല്ലാം നമുക്ക് ഇവരുടെ സോഹോ മെയിലുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതും പ്രത്യേകതയാണ്. ജിമെയിൽ ഇല്ലാത്ത ഒരു വർക്ക് സ്പേസ് ഫീച്ചർ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് ഒരു ജോലി സ്ഥലത്ത് കുറേ പേർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് റിമോട്ട്ലി വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓരോ വർക്കുകൾ ഓരോരുത്തർക്കായിട്ട് ഈ ഒരു സോഹോ മെയിൽ വഴി അസൈൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു വർക്ക് സ്പേസ് സംവിധാനവും ഈ ഒരു സോഹോ മെയിലിൽ അധികമായി നൽകുന്നുണ്ട്. സാധാരണ ജിമെയിലിൽ 25 MB വരെയുള്ള അറ്റാച്ച്മെന്റുകളാണ് നമുക്ക് അയക്കാൻ സാധിക്കുന്നത്. അതിൽ കൂടുതലുള്ളത് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്തൊക്കെ അതിൻ്റെ ലിങ്ക് ഒക്കെ അയക്കണം. എന്നാൽ സോഹോ മെയിലിൽ നമുക്ക് 1 GB വരെയുള്ള അറ്റാച്ച്മെന്റുകൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് അയക്കാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങൾ അയക്കുന്ന അറ്റാച്ച്മെന്റിന് 1 GB കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ ആ 1 GB കൂടുതലുള്ള ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലിങ്ക് ആയിട്ട് സോഹോ മെയിൽ തന്നെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ലിങ്ക് ആയിട്ട് അറ്റാച്ച് ചെയ്യും. നമുക്ക് തലവേദനയൊന്നുമില്ല, എത്ര സ്പേസ് കവരുന്ന തരത്തിലുള്ള ഫയലുകളും അതുകൊണ്ട് തന്നെയും സോഹോ മെയിൽ വഴി നമുക്ക് അയക്കാമെന്ന് ചുരുക്കം. അതുപോലെ അയച്ച മെയിലുകളെ റീകോൾ ചെയ്യാൻ ജിമെയിലിൽ സാധിക്കും, പക്ഷേ ഇതിലും സാധിക്കും. ഇതിനകത്ത് സമയപരിധി ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് അയച്ച മെയിലുകൾ എപ്പോൾ വേണമെങ്കിലും റീകോൾ ചെയ്തെടുക്കാൻ സാധിക്കും, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ചുരുക്കം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നമ്മളൊക്കെ ആൾറെഡി ജിമെയിൽ ഉപഭോക്താക്കളല്ലേ, നമ്മളുടെ കോൺടാക്ട് എല്ലാം ജിമെയിലിനകത്തല്ലേ, എങ്ങനെ സോഹോ മെയിൽ എന്ന പുതിയ മെയിലിലേക്ക് മാറിയാൽ പഴയ മെയിലുകളുടെ ഒരു ഫോളോ അപ്പ് അല്ലേ, നമുക്ക് ആ ജിമെയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പഴയ ജിമെയിലേക്ക് വരുന്ന മെയിൽ പൂർണ്ണമായിട്ടും ഈ പറയുന്ന സോഹോ മെയിലിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനും ഇനി നിങ്ങളുടെ പഴയ മെയിലിലേക്ക് അയക്കുന്ന മെയിലുകൾ സോഹോ മെയിലിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള സംവിധാനവും സോഹോ മെയിൽ അത്തരം ഒരു മൈഗ്രേഷൻ വിസാർഡ് വഴി നൽകുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഇനി മൂന്നാമതായി പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാപ്പിൾസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതും സ്വദേശീയമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഗൂഗിൾ മാപ്പിന് പകരക്കാരനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ് മാപ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഗൂഗിൾ മാപ്പിന് പകരക്കാരനായിട്ടുള്ള ഈ ഒരു മാപ്പിൾസിനകത്തും വോയിസ് ഗൈഡൻസ് ഒക്കെ കൃത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഗൂഗിൾ മാപ്പിനകത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടത് 3D ജംഗ്ഷൻ വ്യൂ ആണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ്. ചില റോഡുകൾ, ചില ഡൈവേർഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ഹെഡ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് തന്നെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂഷനാണ്. അതിനകത്ത് ഏത് ലൈൻ നമ്മൾ കീപ്പ് ചെയ്യണം, ഏത് ലൈനിലേക്ക് മാറണം, ഏത് റോഡാണ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടതെന്ന് ചില ജംഗ്ഷൻ വരുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകാറുണ്ട് ഗൂഗിൾ മാപ്പിൽ. എന്നാൽ മാപ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു മാപ്പിനകത്ത് 3D ജംഗ്ഷനാണ് കാണിക്കുന്നത്. ജംഗ്ഷൻ ഒരു 3D വ്യൂവിൽ തന്നെ കാണിക്കുന്നുണ്ട് തന്നെ വഴി തെറ്റാതെ കൃത്യമായിട്ട് പോകാൻ സാധിക്കും. ഗൂഗിൾ മാപ്പിലൊക്കെ ഉള്ളതുപോലെ തന്നെ റിയൽ ടൈം ട്രാഫിക് സംവിധാനം, അതായത് നമ്മൾ പോകുന്ന വഴികളിൽ ഇപ്പോൾ ട്രാഫിക് കൂടുതലാണോ കുറവാണോ കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻസ് വഴിയും നമുക്ക് തിരിച്ചറിയാം. ഇന്ത്യൻ IT മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് ഈ പറയുന്നത് പോലെ മാപ്പിൾസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന മാപ്പിൾസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടതും കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്തതും. മാപ്പ് മൈ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മാപ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു ഗൂഗിൾ മാപ്പിന്റെ ബദലായിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ കളക്ട് ചെയ്യുന്ന ഡേറ്റയും ഇന്ത്യൻ സെർവറുകളിലാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. മാത്രമല്ല, അടുത്തിടെ ഇന്ത്യൻ അഡ്രസ്സുകളിൽ പുതുതായി കൊണ്ടുവന്ന ഡിജിപിൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മളൊരു ഷോർട്ട് ചെയ്തിരുന്നതാണ് അതിനെപ്പറ്റി. അതായത് നമുക്ക് ഒരു പിൻകോഡ് ഉണ്ട്. പിൻകോഡ് എന്ന് പറയുന്ന ഒരു പ്രദേശമാകെ സൂചിപ്പിക്കുന്ന പിൻകോഡാണ് അല്ലേ. എന്നാൽ ഒരു സ്ഥലത്തെ മാത്രമായിട്ട് ഒരു പിൻ പോയിന്റഡ് ആയിട്ട് നമുക്കൊരു സ്ഥലം സൂചിപ്പിക്കാനായിട്ട് പുതിയ ഡിജിറ്റൽ അഡ്രസ്സാണ് ഡിജിപിൻ. ഈ ഒരു ഡിജിപിന്നിന്റെ ഇന്റഗ്രേഷനും മാപ്പിൾസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഓരോ സ്ഥലങ്ങളും നമ്മൾ ഈ മാപ്പിൾസ് എന്ന് പറയുന്നത് ആപ്പ് വഴി നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തിന്റെയും ഡിജിപിൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഈ ഒരു ആപ്പിനകത്ത് സാധിക്കും. മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേയുമായിട്ട് പോലും മാപ്പിൾസ് കരാർ ഒപ്പിടാൻ പോവുകയാണ് എന്നാണ് കേട്ടത്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ നമുക്കറിയാം വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനൊക്കെ പോലെ ഉള്ള സംവിധാനങ്ങൾ ആ ഒരു ഇന്ത്യൻ റെയിൽവേയുമായിട്ടുള്ള ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ മാപ്പിൾസിലേക്ക് ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുമെന്നുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, നമ്മൾ സാധാരണ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ വഴിയൊക്കെയാണ് നമ്മൾ നാവിഗേഷൻ ഒക്കെ ചെയ്യുന്നത്. അതിനകത്ത് ഇത് സപ്പോർട്ട് ചെയ്യുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകാം. സംശയിക്കേണ്ട, ഈ ഒരു മാപ്പിൾസ് എന്ന് പറയുന്ന ആപ്പും ആൻഡ്രോയിഡ് ഓട്ടോയിലൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 3 ആപ്ലിക്കേഷനുകളാണ് പോയ 1-2 ആഴ്ചകളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യപ്പെട്ട 3 ആപ്ലിക്കേഷൻ. വാട്സപ്പിൻ്റെ ബദലായിട്ടുള്ള അറാട്ടെ, ജിമെയിലിന് ബദലായിട്ടുള്ള സോഹോ മെയിൽ, അതുപോലെ ഗൂഗിൾ മാപ്പിന് പകരമായിട്ടുള്ള മാപ്പിൾസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മളെല്ലാം ഈ ഇത്തരം ആപ്ലിക്കേഷനുകളെല്ലാം ഉപയോഗിച്ച് നമ്മൾ കുറേ സെറ്റിൽഡ് ആണെന്ന് വേണം പറയാൻ. ഉദാഹരണത്തിന് ഞാനൊക്കെ ജിമെയിൽ സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ട്
തൊട്ടേ എടുത്താണ് എൻ്റെ മെയിൽ ID. അതുപോലെ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന മെയിൽ സർവീസ് മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ മെയിൽ ID എടുത്താണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഔട്ട്ലുക്കിൽ എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് ജയരാജ് എന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. jayaraj@outlook എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്തകാലം മുതലെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സർവീസുകളാണ് ഈ പറയുന്ന ഗൂഗിൾ മാപ്പും ഗൂഗിൾ മെയിലും അല്ലേ, വാട്സപ്പ് ഒക്കെ തുടങ്ങിയ കാലം തൊട്ടേ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് വിട്ട് ഇത്രയും കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം ഓക്കെ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ വിട്ട് അതിന് പകരമായിട്ട് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് പോകാൻ പലർക്കും മടിയാണ് എന്നുള്ള കാര്യം എനിക്കും അറിയാം. എൻ്റെ കാര്യത്തിൽ ഏകദേശം അതുപോലെ തന്നെയാണ്. എന്ത് തന്നെയായാലും നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞ 3 ആപ്ലിക്കേഷനുകൾ ഇത്രയധികം ജനശ്രദ്ധ നേടാനുള്ള കാരണം എന്ന് ചൂണ്ടിക്കാണിക്കൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.